ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരികയാണ്. സ്വർണ്ണ കവർച്ച കേസിൽ മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായിട്ടുള്ള ശങ്കർദാസിനെയും വിജയകുമാറിനെയും ഉടൻ അറസ്റ്റ് ചെയ്യാൻ നടപടികൾ ആരംഭിച്ച് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. ഹൈക്കോടതി നിലപാട് കടുപ്പിച്ചതോടെയാണ് അറസ്റ്റിലേക്ക് നീങ്ങുന്നത്. വിവരങ്ങൾ ആർ രാജീവാണ് നൽകുന്നത്. രാജീവ്, ഈ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഈ ശങ്കർദാസ്, അതോടൊപ്പം തന്നെ ഈ വിജയകുമാർ തുടങ്ങിയ പേരുകൾ വളരെ കാലങ്ങളായി തന്നെ കേൾക്കുന്നുണ്ട്. കാരണം ഈ രണ്ട് പ്രസിഡന്റുമാർ അകത്താകുന്ന സമയത്ത് തന്നെ ഇവർക്കൊപ്പം അംഗങ്ങളായിരുന്ന ആളുകൾ കൂടി, CPM നേതാക്കൾ കൂടി അറസ്റ്റിലാകുമെന്നത് സംബന്ധിച്ചുള്ള വാർത്തകൾ ആ ഘട്ടത്തിൽ തന്നെ വളരെ സജീവമാകുന്നു. ഇപ്പോൾ SIT ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചോ രാജീവ്? ഗൗതം, ഏതായാലും വളരെ നിർണായകമായ ഒരു നീക്കത്തിലേക്കാണ് പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നത്. മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായ ശങ്കർദാസ്, അതുപോലെ തന്നെ വിജയകുമാർ എന്നിവരെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ പ്രത്യേക അന്വേഷണ സംഘം തുടങ്ങിയിരിക്കുന്നു. ഇവരെ ഉടൻ തന്നെ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തും. തുടർന്ന് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം നൽകുന്ന സൂചന. കട്ടളപ്പാളികൾ കടത്തിക്കൊണ്ടുപോയ സംഭവത്തിൽ ഇവരെ പ്രതികളാക്കി നേരത്തെ തന്നെ FIR രജിസ്റ്റർ ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇവരെ നേരത്തെ ചോദ്യം ചെയ്തെങ്കിലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നിരുന്നില്ല. മാത്രമല്ല, ഈ പത്മകുമാർ മാത്രമാണ് ഇതിൽ പ്രതിയെന്നും തങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലായിരുന്നുവെന്നുമാണ് നേരത്തെ ശങ്കർദാസും അതുപോലെ തന്നെ വിജയകുമാറും നൽകിയിരുന്ന മൊഴി. എന്നാൽ അത് ശരിയല്ല എന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. കാരണം ഈ പത്മകുമാർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ അന്ന് ഈ ഉത്തരവിറങ്ങുന്ന ദേവസ്വം ബോർഡ് യോഗത്തിൽ ഇവരും പങ്കാളികളായിരുന്നു, ഇവരും പങ്കെടുത്തിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖകൾ, മിനിറ്റ്സ് രേഖകളാണ് നേരത്തെ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നത്. ഈ സ്വർണ്ണപ്പാളികൾ ചെമ്പ് എന്ന് രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഈ മിനിറ്റ്സിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഉത്തരവ് പുറത്തിറങ്ങുന്നത്. ഇവർ പറയുന്ന സാങ്കേതികമായി നോക്കുകയാണെങ്കിൽ ഈ ഉത്തരവ് പുറത്തിറങ്ങിയതിനു ശേഷം എന്തുകൊണ്ട് ഇവർ ഇതിനെക്കുറിച്ചൊരു പരിശോധന നടത്തിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. കാരണം ചെമ്പ് പണികളാക്കി കാണിച്ചുകൊണ്ട് ജയശ്രീ, അന്നത്തെ ദേവസ്വം സെക്രട്ടറി ജയശ്രീ ഉത്തരവ് പുറത്തിറക്കുന്നു. അതിനുശേഷം ഇതിന്റെ പകർപ്പ് ദേവസ്വം ബോർഡ് അംഗങ്ങളായ ശങ്കർദാസിനും അതുപോലെ തന്നെ വിജയകുമാറിനും നൽകുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിൽ എന്തുകൊണ്ട് ഇവർ ഇതിനെ എതിർത്തില്ല? അതായത് തങ്ങളുടെ അറിവോടുകൂടിയല്ല ഈ സ്വർണം ചെമ്പാക്കി മാറ്റിയതെന്ന് ഇവർ അവകാശവാദം ഉന്നയിക്കുമ്പോൾ എന്തുകൊണ്ട് ഉത്തരവ് പുറത്തിറങ്ങിയപ്പോൾ ഇവർ ഇതിനെ എതിർത്തില്ല എന്ന ചോദ്യം പ്രത്യേക അന്വേഷണ സംഘം ആ ഘട്ടത്തിൽ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. മാത്രമല്ല, പിന്നീട് അടുത്ത ദേവസ്വം ബോർഡ് യോഗത്തിലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിരുന്നു. ആ ഘട്ടത്തിലും ഇവർക്ക് കൃത്യമായി അറിയാമായിരുന്നു ഈ സ്വർണ്ണപ്പാളികൾ ചെമ്പാക്കി മാറ്റിയിട്ടുണ്ടെന്ന്. അപ്പോഴും ഇവർ എതിർപ്പ് ഉന്നയിച്ചിട്ടില്ല.